ഡിയേഴ്സ്, വെൽക്കം ടു MS സൊല്യൂഷൻസ്. മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഈക്വൽ ട്രയാങ്കിൾസ് നമ്മുടെ 8ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് തുല്യ ത്രികോണങ്ങൾ. ഈ ഒരു പാഠം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മുമ്പ് വേറെ ചാപ്റ്റേഴ്സിന്റെ ചാപ്റ്റർ ഫ്യൂ മിനിറ്റ്സ് വീഡിയോസ് കിട്ടിയ സമയത്ത് അതിന്റെ കമന്റ് ബോക്സിൽ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈക്വൽ ട്രയാങ്കിൾസ് ഒന്ന് പഠിപ്പിച്ചു തരുമോ. അപ്പൊ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം വരെ കാണാം. റെഡി? അപ്പൊ ഈ ഈക്വൽ ട്രയാങ്കിൾസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് നോക്കാനായിട്ടുള്ളത്? യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓണം സ്പെഷ്യൽ ബാച്ച് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മക്കൾ അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫീ ഒക്കെ റെഡ്യൂസ് ചെയ്തു. 699 ആണ് മക്കളെ. ഇതിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 3 സെറ്റ് ഉണ്ട്. ആ 3 സെറ്റ് പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. അത് കൂടാതെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പും മൈക്രോബിറ്റും പ്രഡിക്ഷൻ PDF-ഉം വീഡിയോയും അത് കൂടാതെ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വേഗം തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് എല്ലാം കിട്ടണമെങ്കിൽ മിസ് ഒരു കോഡ് പറഞ്ഞുതരാം. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ വേഗം തന്നെ മക്കൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. റെഡി? സെറ്റ് ആണെങ്കിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്താണ് മക്കളെ ഈക്വൽ ട്രയാങ്കിൾസ്? ഇവിടെ നിങ്ങൾക്ക് 2 ത്രികോണങ്ങൾ കാണാം. കളർ വേറെയാണെന്നേ ഉള്ളൂ. ഈ 2 ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ തുല്യമാണോ അല്ലയോ? ഇപ്പൊ മിസ് എന്ത് ചെയ്യാണ്? ഈ ഒരു യെല്ലോ ട്രയാങ്കിൾ ഇല്ലേ, മഞ്ഞ ത്രികോണത്തിന് എടുത്തതാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒറ്റ ത്രികോണമായിട്ട് കാണുന്നുണ്ടല്ലോ. കറക്റ്റ് ഒന്നിന്റെ മുകളിൽ ഒന്ന് പ്ലേസ് ചെയ്ത് നിൽക്കുന്നില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈഡും അതേപോലെ ആംഗിൾസും വശങ്ങളും കോണുകളും എല്ലാം തുല്യമായതുകൊണ്ടാണ് അത് ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ചപ്പോ വേറെ പുറത്തേക്കൊന്നും കാണാതെ ഒറ്റ ഒരു ട്രയാങ്കിൾ ആയിട്ട് കാണുന്നത്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവര് രണ്ടുപേരും തുല്യമായതുകൊണ്ട്. റെഡി? സെറ്റ് ആണോ? അപ്പൊ ഈക്വൽ ആവാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നോക്കാനായിട്ടുള്ളത്? നോക്കാം മക്കളെ, ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ? ഇവിടെ 4 സെന്റിമീറ്റർ വശം വരുന്നുണ്ട്. ഈ ട്രയാങ്കിളിൽ 4 സെന്റിമീറ്റർ സൈഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു 6 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ, ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, ഇവിടെ ഒരു 5 സെന്റിമീറ്റർ. അങ്ങനെ വശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തുല്യമാണ്. അപ്പൊ വശങ്ങളുടെ നീളം തുല്യമായി കഴിഞ്ഞാൽ ഈ ത്രികോണങ്ങൾ തുല്യമാകുമോ? ഇപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപോലെ നിൽക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ഓക്കെ, തുല്യമാണ്. റെഡി? സെറ്റ് ആണോ? അപ്പൊ സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ആംഗിൾസ് കോണുകൾ തുല്യമായാലോ? ഇവിടെ 70 ഡിഗ്രി ഉണ്ട്, ഇവിടെ 70 ഡിഗ്രി ഉണ്ട്, ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെയും 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 50 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. ഈ 2 ത്രികോണങ്ങളിലെ എല്ലാ കോണുകളും തുല്യമാണ്. പക്ഷെ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയിട്ട് മക്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു കുഞ്ഞിതാണ്, ഇത് വലുതാണ് അല്ലെ? വശങ്ങളുടെ നീളം വേറെയാണ് അല്ലെ? അപ്പൊ കോണുകൾ തുല്യമായത് കൊണ്ട് മാത്രം ട്രയാങ്കിൾസ് ഈക്വൽ ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവരെന്തല്ല? ഈക്വൽ അല്ല. റെഡി? അപ്പൊ സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്താവുന്നുണ്ട്? ഈക്വൽ ആവുന്നുണ്ട്. പക്ഷെ കോണുകൾ മാത്രം തുല്യമായതുകൊണ്ട് വശങ്ങളുടെ വശങ്ങളൊക്കെ വേറെ വേറെ, പക്ഷെ കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷയിൽ 1 മാർക്കിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് റീസൺ പ്രസ്താവന, അതിന്റെ കാരണം വരുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നിൽക്കുന്ന ഒരു 4 ഓപ്ഷൻ ഒക്കെ തരും. ആ രീതിയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും. അപ്പൊ അതിനുള്ളിൽ വന്ന ഒരു ചോദ്യമാണ്. സോ നന്നായിട്ട് മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം പഠിച്ച പോയിന്റ് എന്താണ്? ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആകണമെങ്കിൽ ഇത്രയുള്ളൂ മക്കളെ. ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ നമുക്ക് നോക്കാം. ഇവിടെ AB-യുടെ നീളം 3 സെന്റിമീറ്റർ, ഇവിടെ PQ-ന്റെ നീളം എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. ഇനി AC-യുടെ നീളം 4 സെന്റിമീറ്റർ, ഇവിടെ QR-ന്റെ നീളം എന്താ? 4 സെന്റിമീറ്റർ ആണ്. ഇനി BC-യുടെ നീളം 6 സെന്റിമീറ്റർ, ഇവിടെ PR-ന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടെയുള്ള എല്ലാ വശങ്ങളും ഇവിടെയും വരുന്നുണ്ട്. 2 ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം സൈഡുകളെല്ലാം എന്താണ്? തുല്യമായതുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അവരുടെ കോണുകളെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി പറ്റും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇവിടെ AB എന്ന പറഞ്ഞ വശത്തിന് തുല്യമാണ് ആര്? നമ്മുടെ PQ. എത്രയാണ്? 3 സെന്റിമീറ്റർ. ഞാൻ കളർ അടിച്ച് കാണിച്ചു തരാം. ഇതും ഈക്വൽ. റെഡി? ഇനി അടുത്തതാ ഇവിടെ AC 4 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ QR എന്താണ്? 4 സെന്റിമീറ്റർ. അപ്പോൾ AC ഈക്വൽ ടു QR ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അടുത്തത് ഇവിടെ BC. ഓക്കെ, അതിന് വേറെ കളർ അടിക്കാം. ഇവിടെ BC-യും അതേപോലെ ഇവിടെ PR-ഉം ഈക്വൽ ആണ്. അപ്പോൾ BC ഈക്വൽ ടു PR ഈക്വൽ ടു 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. അപ്പൊ ഇവരുടെ എല്ലാം എന്താ മക്കളെ? വശങ്ങളെല്ലാം തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ
ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കോ, ഇവിടെ എ ബിയും പി ക്യൂവും ഈക്വൽ, തുല്യമാണല്ലോ. അവർക്ക് എതിരെയുള്ള ആംഗിൾ ഏതാ? അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ ഏതാ? സിയും ഇവിടെ ആറും. അപ്പൊ തുല്യവശങ്ങൾക്ക് എതിരായിട്ടുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ സിയും ആംഗിൾ ആറും തുല്യം. ഇനി അടുത്തത് ഏതാ? എ സിയും ക്യു ആറും. ഇവിടെ എ സിയും ക്യു ആറും തുല്യമാണ്. അപ്പൊ അവർക്കെതിരെയുള്ള കോണും ഏതാ? ഇവിടെ ബിയും ഇതിനെതിരെയുള്ളത് പിയും. അപ്പൊ ബിയും പിയും ആംഗിൾ ബിയും പിയും എന്തായിരിക്കും? ഈക്വൽ. റെഡി? ഇനി അടുത്തത് ഏതാ? ബി സിയും പി ആറും. അവര് രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ അവർക്കെതിരെയുള്ള എയും അവർക്കെതിരെയുള്ള ക്യൂവും. എയും ക്യൂവും എന്താ മക്കളെ? എയും ക്യൂവും തുല്യമാണ്. ഓക്കെ, അപ്പൊ സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അവർക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. അങ്ങനെ നമുക്ക് പറയാം ഒരു തുല്യ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും എല്ലാ വശങ്ങളും തുല്യമാണ്. ഓൾ ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? അപ്പൊ ആ പോയിന്റുകളൊക്കെ നമ്മൾ ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ദ സെയിം then their angles are also the same. ഓക്കെ, ഈ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അടുത്ത റൂളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച റൂളിന്റെ പേരെന്താണെന്നറിയോ മക്കളെ? രണ്ട് ട്രയാങ്കിൾസിന്റെ മൂന്ന് സൈഡും പരസ്പരം തുല്യമാണെങ്കിൽ, അതായത് സൈഡ് സൈഡ് സൈഡ്, ഓക്കെ, മലയാളത്തില് വശം വശം വശം, മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ നമുക്ക് പറയാം ഇത് എസ് എസ് എസ്. ഓക്കെ, എസ് 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 റൂള്, എസ് 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 നിയമം അനുസരിച്ച് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു റൂളാണ് എ എസ് എ റൂൾ. എന്താണ് എ എസ് എ നിയമം? എ എസ് എ റൂൾ എന്താണ്? രണ്ട് ത്രികോണങ്ങൾ, ഓക്കെ, രണ്ട് ത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ രണ്ട് കോണുകൾ അവക്കിടയിലുള്ള വശം, ഇപ്പുറത്തെ രണ്ട് കോണുകൾ അവക്കിടയിലുള്ള ഒരു വശത്തിനോട് തുല്യമാണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പൊ ഒരു 50 ഡിഗ്രി, ഇവിടെ ഒരു 40 ഡിഗ്രി, ഇവിടെ ഒരു 40 ഡിഗ്രി 50 ഡിഗ്രി, ഇതിനിടയിൽ ഒരു 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ മക്കൾ നോക്ക്, ഇവിടെ രണ്ട് കോണുകൾ അപ്പുറത്തെ ട്രയാങ്കിളിന്റെ രണ്ട് കോണിനോട് തുല്യം. ആ രണ്ട് കോണുകൾക്ക് കറക്റ്റ് സെന്റർ ഇടയിൽ വരുന്ന, ഇൻ ബിറ്റ്വീൻ വരുന്ന കേട്ടോ, ഇടയിൽ വരുന്ന സൈഡ് തന്നെ ആവണം തുല്യം. വേറെ ഏതെങ്കിലും സൈഡ് ആവരുത്. അതായത് നമ്മുടെ വശത്തിന്റെ രണ്ടറ്റത്തുമുള്ള കോണുകൾ പരസ്പരം രണ്ട് ട്രയാങ്കിൾസിന് ഈക്വൽ ആണെങ്കിൽ ഇവരെ ആംഗിൾ സൈഡ് ആംഗിൾ. ഓക്കെ, അതാണ് എ എസ് എ. ഓക്കെ, ആംഗിൾ സൈഡ് ആംഗിൾ. അപ്പൊ എ എസ് എ നിയമം അനുസരിച്ച് ഈ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യം മക്കൾ എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക. സെറ്റ് ആണോ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൂഫ് വരുന്നുണ്ട്. അതിലേക്കാണ് മിസ് പോകുന്നത്. പാരലോഗ്രാം, സാമാന്തരികം. ഓക്കെ, ഈ സാമാന്തരികം 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്തായിരുന്നു മക്കളെ സാമാന്തരികം? ദാ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പാരലൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഷേപ്പ് അല്ലേ? അതായത് എ ബിയും ഡി സിയും എന്താണ്? സമാന്തരമാണ്. എ ബിയും ഡി സിയും സമാന്തരമാണ്. ഇനി അതേപോലെ എ ഡിയും ബി സിയും എന്ത് തന്നെയാണ്? സമാന്തരമാണ്. ഓക്കെ, ഇവർ സമാന്തരമാണ്. എതിരെയുള്ള വശങ്ങൾ, എതിർവശങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, സമാന്തരമാണെന്ന് നമുക്കറിയാം. നമുക്ക് തെളിയിക്കേണ്ടത് ആ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇവർ പാരലൽ മാത്രമല്ല, ഇവർ ഈക്വൽ, തുല്യമാണെന്നും കൂടി എനിക്ക് തെളിയിക്കണം. ഇതൊരു ഇമ്പോർട്ടന്റ് പ്രൂഫാണ്. എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചിരുന്നോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയ പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മളിതാ എ സി എന്ന് പറഞ്ഞ വികരണം വരയ്ക്കുകയാണ്, ഡയഗണൽ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എ സി എന്ന് പറഞ്ഞ വികരണം വരച്ചു. ഓക്കെ, ഡ്രോ എ ഡയഗണൽ എ സി. ഓക്കെ, ഡ്രോ എ ഡയഗണൽ എ സി. ഓക്കെ, എ സി എന്ന വികരണം വരയ്ക്കുക. വരച്ചോ? അതിനുശേഷം ഇവിടെ രണ്ട് ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാലോ, രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കാണാം. ത്രികോണം എ ബി സിയും ത്രികോണം എ ഡി സിയും. ഇവരിൽ രണ്ടുപേരിലും എന്തൊക്കെയാണ് പൊതുവായിട്ടുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ എ സി എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിലെയും പൊതുവായ വശം. ഓക്കെ, അപ്പോൾ എ സി ഈക്വൽ ടു എ സി എന്താ മക്കളെ? കോമൺ സൈഡ് ആണ്. കോമൺ സൈഡ്, പൊതുവായ വശം. ഓക്കെ, അടുത്തത് ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഈ പാരലൽ ലൈൻസ് 7ാം ക്ലാസ്സിൽ പഠിച്ച മറ്റൊരു കാര്യമാണ്, രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചിങ്ങനെ കിടക്കുമ്പോ ഇവിടെ സെഡ് ആകൃതിയിൽ, സെഡ് ഷേപ്പില് ഇവിടെ ഉള്ളിൽ ഒരു രണ്ട് കോണുകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ കോണുകൾ ഈക്വൽ ആണ്, ഈ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ പേരെന്തായിരുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് മലയാളത്തിൽ നമ്മൾ മറുകോണുകൾ എന്ന് പറയും അല്ലെ? മറുകോണുകൾ. അവരെന്താ മക്കളെ? തുല്യമാണ്. ഇവിടെ എന്താണോ അത് തന്നെ ഇവിടെ.
അതേപോലെ ആ സെഡ് തിരിച്ചു നമുക്ക് പറയാം, ദാ ഇങ്ങനെ ഒരു സെഡ് തിരിച്ചു വരയ്ക്കുകയാണെങ്കിൽ ഈ കോണും തുല്യമാണ്. ഓക്കെ, അതും എന്ത് തന്നെയാണ്, മറുകോണുകളാണ്. സോ നമുക്ക് പറയാം ഇവിടെ ഈ രണ്ട് ലൈൻസ് എന്താ, പാരലൽ ആണ്, സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദാ ഇവിടെ അതിനെ മുറിച്ചു കിടക്കുന്ന മറ്റൊരു വര ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സെഡ് കാണുന്നുണ്ടോ? ഈ സെഡിന്റെ ഉള്ളിലുള്ള ഈ കോണുകൾ എന്തായിരിക്കും? ഈ കോണുകൾ തുല്യം. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ ഡി സി എയും അതേപോലെ ബി എ സിയും കോൺ ബി എ സിയും തുല്യം. ഓക്കെ, അതേപോലെ ഈ രണ്ട് വരകളും എന്താ, സമാന്തരമാണ്. അതിനെ മറ്റൊരു വര മുറിച്ചു കടക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ മറ്റൊരു സെഡ്, തിരിച്ചിട്ട സെഡ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലുള്ള ഈ കോണും എന്താ, തുല്യം. അപ്പൊ ഡി എ സിയും അതേപോലെ ബി സി എയും എന്താണ് മക്കളെ, തുല്യം. അപ്പൊ കോൺ ഡി എ സിയും ഈ കോണും കോൺ ബി സി എയും തുല്യം. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളിലെ ഒരു വശം ആ വശത്തിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകൾ തുല്യമായാൽ ആംഗിൾ സൈഡ് ആംഗിൾ. ഓക്കെ, കോൺ വശം കോൺ. ഏതാ റൂള്? ASA റൂൾ. ASA റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ത്രികോണം ABC-യും ത്രികോണം ADC-യും തുല്യമായിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ നമുക്ക് എന്ത് പറയാം മക്കളെ? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ കോണുകൾ തുല്യമാകുന്നു പഠിച്ചതുപോലെ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ AB ഈക്വൽ ടു DC എന്നും AD ഈക്വൽ ടു BC എന്നും. അപ്പൊ ഒരു പാരലോഗ്രത്തിന്റെ എന്തൊക്കെയാണ് ഈക്വൽ? നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലോഗ്രാം ആർ ഈക്വൽ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണെന്നാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് പ്രൂഫ് ആണ്, മക്കൾ പഠിച്ചു വെക്കണം. യെസ്, സെറ്റ് ആണോ? എങ്കിൽ നമുക്ക് ഇനി ഒറ്റ റൂളും കൂടി ഉള്ളൂ. ഒരു അവസാനത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് ഇതാട്ടോ. ഏത് സാമാന്തരികത്തിന്റെയും എതിർവശങ്ങൾ തുല്യമാണ്, ഏത് സാമാന്തരികത്തിന്റെയും എതിർ കോണുകളും തുല്യമാണ്. ഇനി ലാസ്റ്റത്തെ റൂൾ എന്താണ്? SAS റൂൾ. അതായത് രണ്ട് ത്രികോണം, ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ തുല്യം, അവക്കിടയിലുള്ള കോണുകളും തുല്യമാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്ക്, രണ്ട് സൈഡുകൾ, എല്ലാത്തിന്റെ വശങ്ങളുടെ നീളം സെയിം അല്ലേ? 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും. അവക്കിടയിലെ കോൺ എത്രയാ? 40 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് പറയാം? ഈ 3 ട്രയാങ്കിൾസ് എന്താണ്? SAS റൂൾ അനുസരിച്ച്, SAS റൂൾ പ്രകാരം ഇവരെല്ലാവരും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. റെഡി? ഇനി നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചോ, ഐസോസെലസ് ട്രയാങ്കിൾ എന്താണ്? ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയാൽ ആ ട്രയാങ്കിൾ നമ്മൾ പറയുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ്. ഇപ്പൊ ദാ ഈ രണ്ട് സൈഡ് തുല്യമാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കോണും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കോണും എന്തായിരിക്കും? തുല്യം. മിസ് കാണിച്ചു തരാം. ഈ കോണും തുല്യം. അതേപോലെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ കോണും തുല്യം. ഈ കോണും തുല്യം. ഇതാണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. റെഡി? ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഈ തന്നിട്ടുള്ളത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കോണുകൾ കണ്ടെത്തണം. അപ്പൊ ഇതിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതാ മക്കളെ? ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതിലിതാ ഈ കോണ് 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ തുല്യമായിട്ടുള്ള വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതൊരു എക്സും ഇതൊരു എക്സും. ഈ ആംഗിൾസ് എന്താ മക്കളെ? ഈക്വൽ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാംഗിളിന്റെ, ഒരു ത്രികോണത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കോണുകളും കൂട്ടിയാല് തുക എത്രയാ? സം 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ എക്സും 40 കൂട്ടിയ 180. എക്സും കൂട്ടിയ 2x പ്ലസ് 40 ആണ് 180. എങ്കിൽ 2x എന്ന് പറയുന്നത് ഈ 40 അപ്പുറത്തേക്ക് പോകുമ്പോ 180 മൈനസ് 40 എന്ന് വരും. അപ്പൊ 2x 180 നിന്ന് 40 പോയാല് 140. എങ്കിൽ എക്സിന്റെ വില, ഈ 2 ഇവിടെ ഗുണനമാണ്, ഇത് അപ്പുറത്തേക്ക് പോകുമ്പോ ഹരണമാകും, ഡിവിഷൻ ആകും. 140ന്റെ പകുതി എത്രയാ? 70 ഡിഗ്രി. അപ്പോൾ എക്സ് എത്രയാ മക്കളെ? 70 ഡിഗ്രി. ഈ എക്സും 70 ഡിഗ്രി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും വരും. സോ എന്തായാലും പഠിച്ചു വെച്ചോളാം. ഇനി അവസാനത്തെ ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. എന്താണ് മക്കളെ ഒരു സമഭുജ ത്രികോണം? നേരത്തെ നമ്മൾ പഠിച്ച രണ്ട് സൈഡ്സ് ഈക്വൽ ആയാൽ അത് ഐസോസെലസ് ആകും. ഇവിടെ 3 വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. 3 വശങ്ങളും 3 കോണുകളും, ഓരോ കോണ് 60 ഡിഗ്രി വെച്ച് വരും. ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഇക്വലാറ്ററൽ അഥവാ സമഭുജ ത്രികോണം. റെഡി? അപ്പൊ ഇതിന്റെ എല്ലാ കോണുകളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക.
അപ്പൊ മറന്നു പോകണ്ട, അടിപൊളിയായിട്ട് ഇതിലുള്ള എല്ലാ പോയിന്റ്സും പഠിച്ചോ, പ്രത്യേകിച്ച് ആ പാരലോഗ്രത്തിന്റെ പ്രൂഫ് പഠിച്ചു വെച്ചോളൂ. യെസ്, അപ്പൊ മിസ് പറഞ്ഞ കാര്യം മറന്നു പോകണ്ട. വേഗം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വരിക. നിങ്ങൾക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് 40 മാർക്കിന്റെ പരീക്ഷ, അത് 1.5 മണിക്കൂറിൽ 16ഓളം ചോദ്യങ്ങൾ എഴുതാനായിട്ടുണ്ട്, 4 മാർക്കിന് 4 ചോദ്യങ്ങളൊക്കെ എഴുതാനായിട്ടുണ്ട്. സോ മക്കൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിച്ചുകൊടുക്കുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ എന്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരട്ടെ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ത്രികോണത്തിലെ ഈ 2 കോണുകൾ തുല്യമാണ്. ഓക്കെ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് 40 ഡിഗ്രി വെച്ചിട്ടാണ്. ഓക്കെ, ഇത് എത്രയാണ്? 40 ഡിഗ്രി ആണ്, 40 ഡിഗ്രി ആണ്. എങ്കിൽ ഈ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കോൺ എത്ര വരും എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ മക്കളെ കമന്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക. വേഗം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മക്കളെ. അപ്പൊ അടിപൊളിയായിട്ട് കാണാം, പഠിക്കാം. ബൈ ബൈ.